നമ്മൾ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു SLR ക്യാമറയിൽ സിംഗിൾ ലെൻസ് റിഫ്ലക്ടർ നമ്മൾ ലെൻസ് ഊരി മാറ്റാവുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ക്യാമറാസ് നമ്മൾ പഠിക്കുന്നു ഇവിടെയുള്ളതാണ്. അതിൻ്റെ നമുക്ക് ഓരോ പാർട്സ് എന്താണ് അതിൻ്റെ കാര്യങ്ങളൊരു ക്യാമറയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചു വിടാം. അത് നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദി ബേസിക്സ്. ആദ്യമായിട്ട് നമ്മൾ ഇത് ലെൻസ്. ദി ഫങ്ഷൻ ഓഫ് ദി ലെൻസ് ഈസ് ഫോക്കസ് ദി image in front of camera on the film or sensor. Lenses for digital camera are essentially the same as the film based camera. In fact, with some professional cameras the same lenses can be used on both film and digital camera basic. ഡിജിറ്റൽ ക്യാമറ ആയാലും പഴയകാലത്തെ ഫിലിം ക്യാമറയിലും ലെൻസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരുപോലെയാണ്. വിവിധതരം ലെൻസുകളെക്കുറിച്ച് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ വൈഡ് ആംഗിൾ ലെൻസ് എന്താണ് നോർമൽ ലെൻസ്, എന്താണ് ടെലി ലെൻസ്, എന്താണ് സൂം ലെൻസ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്ത് തന്നെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇനി ക്യാമറയുടെ പ്രധാനപ്പെട്ട വേറൊരു സംഭവമാണ് വ്യൂ ഫൈൻഡർ. ദി വ്യൂ ഫൈൻഡർ ഈസ് ദ ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രെയിം അറൗണ്ട് ദി വേൾഡ്. വ്യൂ ഫൈൻഡറാണ് നമുക്ക് നീളം ഗുണം വീതി എന്ന് പറയുന്ന ഒരു ചതുരം വ്യൂ ഫൈൻഡർ തരുന്നത്. എന്താണ് വ്യൂ ഫൈൻഡർ എന്ന് ചോദിച്ചാൽ എഴുതണം. ഇത് ലെൻസ് എന്താണെന്ന് സിംഗിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ മനസ്സിലാക്കിയിരിക്കുക. അതിനുവേണ്ടിയാണ് ഇത് ഇങ്ങനെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദി ഇമേജ് ഈസ് കമ്പോസ്ഡ് ആൻഡ് എ മൂവ്മെൻറ്റ് സെലക്ടഡ് ഫോർ ദി ഷട്ടർ ടു ബി റിലീസ്ഡ്. മോസ്റ്റ് ഡിജിറ്റൽ ക്യാമറാസ് ഹാവ് എ വ്യൂ ഫൈൻഡർ ദാറ്റ് ഈസ് separation for the lens as well as a small color screen that is in some modes can act as a preview of what you are photographs. നമ്മൾ എന്താ ഫോട്ടോ എടുക്കാൻ പോകണമെന്നുള്ളത് നമ്മൾ ആദ്യം കാണുന്ന വ്യൂ ഫൈൻഡറിലൂടെ. ഇന്ന് നമുക്ക് മോണിറ്ററുണ്ട്, അതിൽ റൂൾ ഓഫ് തേർഡിൻ്റെ രീതിയിൽ നമുക്കത് ഈസിയായിട്ട് കമ്പോസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ. എന്നാലും നമ്മൾ വ്യൂ ഫൈൻഡറിലൂടെ തന്നെയാണ് നല്ല പ്രൊഫഷൻ. അതിനകത്തൂടെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്വാളിറ്റി ഓഫ് കാഴ്ചകൾ നമ്മൾ ചിലപ്പം നല്ല വെളിച്ചത്തിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള മോണിറ്ററിലെ ചിത്രങ്ങളെ കാണുന്നതിന് നല്ലത് നമ്മൾ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കിയിട്ട് തന്നെ ചിത്രീകരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വ്യൂ ഫൈൻഡറിൽ തന്നെ ചിത്രീകരിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രത്തിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും എന്നുള്ളത് അതിലൂടെ കാണുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത സാധനം ക്യാമറയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഷട്ടർ. ദി ഷട്ടർ ഹെൽപ്പ് ടു ദി control the amount of light falling on the film or sensor. In film based cameras, a shutter is usually a thin metal curtain that is released the allowed light into the camera for the specified amount of time and then lower. Some digital cameras work is similar manner, but other just turn this sensor on that off again. നമ്മുടെ ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ വന്ന് അടഞ്ഞു പോകുന്ന രീതിയിലുള്ള സെൻസർ ഡിജിറ്റൽ ക്യാമറ, പണ്ടുള്ള ക്യാമറയിൽ ഇങ്ങനെ വന്ന് മാറിപ്പോകുന്ന രീതിയിലുള്ള ഇങ്ങനെ പല രീതിയിലുള്ള ഷട്ടർ ആണ് എത്ര എമൗണ്ടിലെ ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് പതിക്കണമെന്നും അത് എത്ര അളവിൽ നമ്മൾ പ്രകാശത്തെ കടത്തി വിടണമെന്നും എന്നും എത്ര സ്പീഡിൽ ഷട്ടർ അതിലൂടെ കടന്നു പോയാലായിരിക്കും എത്ര പ്രകാശത്തെ അതിലേക്ക്. നമ്മൾ സ്പീഡിൽ കടന്നു പോകാൻ ഒരു പെട്ടെന്നായിരിക്കും, സ്ലോയിലാണെങ്കിൽ അത്രയും ലൈറ്റ് കയറും. ഈ ഒരു വ്യത്യാസം സാധാരണ നമ്മൾ ചിത്രം എടുക്കുമ്പോൾ ആ വ്യത്യാസം എന്താണെന്ന് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കാം. ഇനി അടുത്ത അപ്പാർച്ചർ. അപ്പാർച്ചർ ഈസ് ദി സെക്കൻഡ് മെക്കാനിസം ദി ക്യാൻ control the amount of light enter the camera. It works in a similar way to the iris in our eye. When light level are high, that hole in made small to the restrict the amount of light hitting the film or sensor. When level are low, the diameter for increasing to allow more light to the enter the camera. നമ്മുടെ ക്യാമറ ഇങ്ങനെ ഒരു ഹോൾ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി അതിലൂടെ പ്രകാശം കടത്തി വിടുന്ന ലെൻസിനോട് കൂടിയുള്ള ആ ഭാഗത്തെയാണ് അപ്പർച്ചർ. ഞാൻ പല രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ അപ്പർച്ചർ നമ്മൾ മേടിക്കുന്ന ലെൻസിൻ്റെ വില 1.5 1.25 മുതൽ അങ്ങോട്ട്
വ്യത്യാസമുള്ള അപ്പർച്ചറുള്ളത് കിട്ടും. അതിലൂടെ നമുക്ക് പ്രകാശത്തെ എങ്ങനെ സന്നിവേശിപ്പിച്ച് ചിത്രം ബെറ്ററാക്കാം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അത്ര മില്ലിമീറ്റർ പ്രകാശത്തെ എൻ്റെ അളവിനെ അടിസ്ഥാനമാക്കി ഓരോ ഷട്ടറിൻ്റെ മില്ലിമീറ്റേഴ്സ് വ്യത്യാസപ്പെടുത്തി അതിൻ്റെ ദൂരങ്ങളുടെ ഫോക്കസ് ഡിസ്റ്റൻസുകളൊക്കെ എത്ര ഭംഗിയായിട്ട് അതിലേക്ക് പറത്തിയെടുക്കാൻ കഴിയുന്നതൊക്കെ ഈ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പർച്ചറിനെ സാധാരണ എഫ് സ്റ്റോപ്പ് എന്നും പറയും. ഈ അപ്പർച്ചേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് അനുസരിച്ച് നമ്മൾ പ്രകാശത്തിൻ്റെ അളവ് കൂടുതൽ, നമ്മൾ പ്രകാശം കൂടുതലുള്ളപ്പോൾ അപ്പർച്ചർ ചെറുതായിരിക്കും, പ്രകാശം കുറഞ്ഞിരിക്കും അപ്പർച്ചർ വലുതായിരിക്കും. ലോ ലൈറ്റ് ഫിലിംസൊക്കെ നിങ്ങൾ ധാരാളം കാണും, അപ്പർച്ചർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് വീഡിയോയിലായാലും സ്റ്റില്ലിലായാലും ഒരു മെഴുകുതിരിയുടെ പ്രകാശം, മങ്ങിയ പ്രകാശങ്ങളൊക്കെ പറത്തിയെടുക്കാൻ അപ്പർച്ചർ വലുത് വേണം. അതിനനുസരിച്ച് ഷട്ടർ സ്പീഡും മറ്റു കാര്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെടുത്തണം. ISO ക്രമീകരിച്ചാൽ ഇന്ന് ലോ ലൈറ്റ് കിട്ടുമെങ്കിലും ഗ്രെയിൻസ് ഇല്ലാതെ കറക്റ്റും ക്വാളിറ്റിയിലൊക്കെ പണ്ട് കാലത്തോട്ട് എടുത്തിരുന്നത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഫിലിമിന് സ്പീഡ് 400 സ്പീഡ് 1000 സ്പീഡൊക്കെ ഉള്ളതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് 12,000 25,000 വരെ ISO ഉള്ള അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഉള്ള സെൻസറാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിത്രങ്ങൾ എടുക്കുമ്പോൾ ലൈറ്റ് കുറവാണെങ്കിലും നമുക്ക് ISO അഡ്ജസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ പതിവായിട്ട് ചെയ്യുന്നത്. പക്ഷേ ക്വാളിറ്റിയുള്ള പിക്ചർ ക്രിസ്പി ചിത്രങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO ഈ പറയുന്ന ട്രയാങ്കിൾ അതിമനോഹരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്യാമറാമാനെ സംബന്ധിച്ചിടത്തോളം മാനുവൽ ക്യാമറ ചെയ്യുമ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ വ്യത്യാസം നമുക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഈ കാര്യങ്ങൾ കൂടാതെ നമുക്കൊരു ഫിലിമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്യാമറയെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിലും നമ്മൾ instead the traditional film, the digital camera capturing the image using the sensor, areas of light and dark together with information about the color of the scene and all recording with the fraction of second അല്ലേ, അതിലാണ് നമ്മൾ ഇതിലേക്ക് സെൻസറിലേക്കോ അല്ലെ ഫിലിമിലേക്കും ബാധിക്കുന്നത്. മേജർ സ്റ്റെപ്പ് ഓവർ പ്രിവ്യൂ ദി മോഡ്. Instead using the CCD matrix that filter red, green and blue, Kodak has to change the separate this of the sensor to cyan, magenta and yellow. In doing this, Kodak gain and extend stop of usable sensitive as a new filter allow more light to pass to the sensor than the before. They mentioned that the camera can be used with the ISO film sensitivity setting to the equalizer 6400. For anyone familiar with the color printed technique, the step probably appear to be the fairly similar on the. For years we have noticed CMY colors working in the balance with their ഓപ്പോസിറ്റ് RGB. നമ്മൾ സെൻസിറ്റീവ് സെൻസറിൽ ഇടക്കാലത്ത് സെൻസറിൽ തന്നെ CMYKയുടെ രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിരുന്നെങ്കിലും RGB എന്ന് പറയുന്ന സെൻസർ സിസ്റ്റത്തിലാണ് ഇന്ന് എല്ലാം പ്രവർത്തിക്കുന്നത്. കോഡാക് കമ്പനി ആദ്യകാലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുക അത്ര ഇതില്ല. കളർ ഫോർ ദി വൈറ്റ് ലൈറ്റ് കംപ്ലീറ്റ്ലി ലോജിക്കലി ടു സ്വാപ്പ് സെപ്പറേഷൻ ദി ഗെയിൻ അഡ്വൈസ് ടുഗദർ മോർ ലൈറ്റ് ഹിറ്റിംഗ് ദി സെൻസർ. നല്ല രീതിയിൽ സെൻസർ RGB സെൻസറിൽ ചെയ്യുന്നതാണ്. CCD സെൻസർ എന്ന ചാർജ് കപ്പിൾ ഡിവൈസ് എന്ന് പറയുന്ന സെൻസറുണ്ട്. വിച്ച് CCD ആർ ദി മെയിൻ ഇമേജസ് സെൻസർ technology to some manufacturers are successfully pioneer images capture using the technique. Early in 2002, Canon introduced the 6-megapixel digital SLR camera based on the light acclaimed the EOS 1 in film cameras making use of CMOS chips rather than the usually CCD matrix. Although a CMOS sensor using the Canon cameras, where products there is layer sensor will to 3x which using the Sign digital SLR cameras, the usually digital embedded the pixel sensor is the silicone and then using the ability to the absorb the red, green and blue the different
ഡെപ്ത് ടു ദി സെപ്പറേറ്റ് ദി റെക്കോർഡിങ് ദി കളർ. നമ്മൾ കളർ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള RGB ബേസ് ചെയ്തിട്ട് തന്നെയാണ് സെൻസറുകൾ വർക്ക് ചെയ്യുന്നത്. അതിൽ ഇത് ആദ്യകാലങ്ങളിൽ തുടക്കത്തിൽ തന്നെ 6 മെഗാ പിക്സലൊക്കെ ഉണ്ടായിരുന്ന കാലത്തോട്ട് അതിൽ നിന്ന് സെൻസർ CCD ആയിരുന്നെങ്കിൽ പിന്നീട് അത് സെൻസർ CMOS സെൻസറായിട്ട് മാറുകയും CMOS സെൻസർ ഒരു സെൻസർ മാത്രമേ ഉള്ളൂ, 3 സെൻസറില്ല. അത് ഒന്നിൽ തന്നെ ഇത് 3 അഡ്ജസ്റ്റ് ചെയ്യാവുന്നില്ല. ഇത് RGB ആയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നാണ്. സെൻസറിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യും, അതിനകത്ത് ഡൗട്ടുകൾ ചോദിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് സെൻസിറ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.